ജില്ലയിലുടനീളം ഇത്തരത്തിൽ ഈ നാടിനകത്തെ കോൺഗ്രസിന്റെ നേതാക്കളെ പോലും വഞ്ചിക്കുന്ന രൂപത്തിനകത്തേക്കുള്ള നിലപാട് സ്വീകരിച്ച് ജില്ലയിലെ കോൺഗ്രസ് മുന്നോട്ട് പോയപ്പോൾ DYFI എന്നുള്ള രൂപത്തിനകത്ത് ജില്ലക്കകത്ത് വലിയ രൂപത്തിനകത്തേക്കുള്ള സമരവുമായിട്ട് ഞങ്ങൾ വന്നു. അങ്ങനെ ആ സമരത്തിന്റെ എല്ലാം ഭാഗമായി കോൺഗ്രസിന്റെ നേതൃത്വം ഇടപെട്ട് ഈ പറയുന്ന NM വിജയന്റെ കുടുംബത്തെ വിളിച്ചിരുത്തി എത്രയും പെട്ടെന്ന് തന്നെ ഈ പണം നൽകാമെന്നും അവരുടെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും പരിഹരിക്കാമെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ NM വിജയന്റെ മകൻ കഴിഞ്ഞ ദിവസം അറ്റാക്ക് സംഭവിച്ച് സ്ട്രോക്ക് ബാധിച്ച് കോഴിക്കോട് വിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോൾ കൽപ്പറ്റയുടെ MLAയും കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള ഈ പറയുന്ന T സിദ്ദീഖ് അവരെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു ആശുപത്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പണവും തരാമെന്ന് പറഞ്ഞു. NM വിജയൻ ഭക്ഷണത്തിൽ വിഷം കലർത്തി അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യം ഉണ്ടായ ഘട്ടത്തിലാണ് അതിന്റെ വസ്തുതകൾ നമ്മുടെ നാടിനകത്ത് ഓരോ ഘട്ടത്തിലായി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത്. അനേകകാലം കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന ഒരു മനുഷ്യനെ കൂട്ടക്കുരുതിയിലേക്ക് തള്ളിവിട്ടിട്ട് ആ കുടുംബത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഈ നാടിനകത്ത് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് T സിദ്ദീഖ് ഉൾപ്പെടെയുള്ള MLA ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് നിലപാട് പറയാൻ തയ്യാറാവണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് DYFIയുടെ നേതൃത്വത്തിൽ ഈ MLA ഓഫീസിലേക്ക് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു മാർച്ച് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MLAയോട് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്, ആ പാവപ്പെട്ട കുടുംബങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തു തീർത്തുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താതെ ഒരു MLA എന്ന പേരിൽ ഈ കൽപ്പറ്റയിൽ ഇറങ്ങി നടക്കാമെന്ന് T സിദ്ദീഖ് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ സിദ്ദീഖ് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിനക്കെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം നാളെ മുതൽ DYFI ഈ മണ്ണിൽ ആരംഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന്റെ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ് DYFIയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു മാർച്ച് ഇങ്ങോട്ട് നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇങ്ങോട്ട് മാർച്ച് നടത്തിയത് MLA ഓഫീസിന്റെ മുൻപിൽ വന്ന് ഇരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അത് ഞങ്ങൾ പറഞ്ഞു. ഉള്ളിലേക്ക് കയറാൻ ഞങ്ങൾ തീരുമാനിച്ചാൽ പോലീസുകാരാ, നിങ്ങൾ ഇവിടെ എത്ര പേര് അണിനിരത്തി കഴിഞ്ഞാലും DYFIയുടെ പ്രവർത്തകർ 10 ആണെങ്കിൽ ആ 10 ആളുകൾ ഉള്ളിലേക്ക് കയറാൻ തീരുമാനിച്ചാൽ കയറുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് T സിദ്ദീഖ് ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ KPCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ KPCCയുടെ പ്രസിഡന്റിനെ തുടർച്ചയായി ആ കുടുംബം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെടുമ്പോ ഫോൺ എടുക്കാനുള്ള മര്യാദ കാണിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട MP ഇന്ന് വയനാട്ടിലുണ്ട്. ആ പ്രവർത്തകനോട് കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള NM വിജയനോട് എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചുകൊണ്ട് ആ പണം കൊടുക്കാനുള്ള ഇടപെടൽ നടത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് MLA T സിദ്ദീഖ് ഉൾപ്പെടെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് DYFIയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു മാർച്ച് ഇങ്ങോട്ട് നടത്തുന്ന സാഹചര്യം ഉണ്ടായത്.